1200 ഇസ്രായേലികളുടെ മരണത്തിനിടയാക്കിയ ഒക്ടോബർ 7 ഹമാസ് ആക്രമണം പ്രതിരോധിക്കാൻ സാധിക്കാത്തതിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് ഇസ്രായേൽ മിലിട്ടറി വിഭാഗം തലവൻ മേജർ ജനറൽ അഹറോൺ ഹലീവ. തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിലാണ് അഹറോണിന്റെ പ്രസ്താവന. ഹമാസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജി പ്രഖ്യാപിച്ച ഇസ്രായേലി സൈന്യത്തിലെ ആദ്യ മുതിർന്ന ഉദ്യോഗസ്ഥനായ അഹറോൺ ഹമാസിന്റെ ആക്രമണം ചെറുക്കുന്നതിൽ താൻ പരാജയപ്പെട്ടെന്ന് ഏപ്രിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിൻഗാമിയെ നിയമിക്കുന്നതുവരെ അദ്ദേഹം വീണ്ടും പദവിയിൽ തുടരുകയായിരുന്നു. ഒക്ടോബർ 7 എന്ന ദിവസം എൻ്റെ മരണം വരെ എന്നെ പിന്തുടരും. ആ കയ്പേറിയ ദിനം എൻ്റെ ഉപബോധ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം അന്ന് എനിക്ക് എൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ പവിത്രത ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചില്ല. ഇന്റലിജൻസ് കോർപ്സിന്റെ പരാജയം എൻ്റെയും പരാജയമാണെന്ന് അഹറോൺ ഹലീവ പ്രതികരിച്ചു. ഇദ്ദേഹത്തിന് പുറമെ സായുധ സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലോവി, ആഭ്യന്തര രഹസ്യാന്വേഷണ മേധാവി റോണൽ ബാർ എന്നിവരും ആക്രമണം തുടങ്ങുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ചിരുന്നു. ഒക്ടോബർ 7 പുലർച്ചെ തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെട്ടിരുന്നു. 250 പേരെ ഹമാസ് ബന്ദികളാക്കിയതിൽ നിരവധി പേർ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. അതിനിടെ ഒക്ടോബർ 7 ആക്രമണത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഇസ്രായേൽ സർക്കാർ സംഘടിപ്പിക്കുന്ന അനുസ്മരണ പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നു. ഇതുവരെ ബന്ദിമോചന കരാറിൽ ഏർപ്പെടാത്തതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിൽ ഇസ്രായേൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. ഗവൺമെന്റിന്റെ ശക്തമായ പരാജയം. ഗതാഗത മന്ത്രി മിറി റെഗേവിന്റെ അനുസ്മരണ ചടങ്ങിൽ ബന്ദിയാക്കപ്പെട്ടവരുടെയും കാണാതായ കുടുംബാംഗങ്ങളുടെയും ഫോറം പങ്കെടുക്കില്ലെന്ന് ഹോസ്റ്റേജ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം ആരോപിച്ചു. ഗസ അതിർത്തി പ്രദേശങ്ങളിലെ ജൂത കമ്മ്യൂണിറ്റികളായ കിംബിൽസിം, കിഫർ അസ, നഹൽ ഓസ്, യാദ് മോർദേച്ചായി, നിർ യഹിസ് ഹാഗ്, കിംബിൽസിം നരീം, നിർ ഓസ് റീം എന്നിവയും സർക്കാർ പരിപാടി ബഹിഷ്കരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനിടെ ഇവരുടെ നേതൃത്വത്തിൽ സർക്കാർ പരിപാടികൾക്ക് സമാന്തരമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഒക്ടോബർ 7 കൊല്ലപ്പെട്ടവരുടെ ബന്ദികൾ അറിയിച്ചിരുന്നു. കുമു പ്രസ്ഥാനവുമായി സഹകരിച്ച് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ച ഗസയിലെ വെടിനിർത്തൽ ചർച്ച ഹമാസ് അംഗീകരിച്ചില്ല. 2023 ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ബ്ലിങ്കൻ ഈ മേഖലയിൽ നടത്തുന്ന 10ാമത്തെ സന്ദർശനമാണിത്.